ഹായ്. അപ്പോൾ എല്ലാവരും യൂട്യൂബിൻ്റെ മുമ്പിൽ കുത്തിയിരിക്കുകയാണല്ലേ. നമ്മുടെ DQ നായകനായിട്ടെത്തുന്ന ഐ ആം ഗെയിം സിനിമയുടെ ട്രെയിലർ കാണാൻ നിങ്ങളെപ്പോലെ ആകാംക്ഷയിലായിരുന്നു ഞാനൊരു 5:55 തൊട്ട് യൂട്യൂബിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ദുൽഖറിൻ്റെ പേജിൽ പോകുന്നുണ്ട്, വെഫെയർ കമ്പനിയുടെ പേജിൽ പോകുന്നുണ്ട്. ഒന്നിലും 6 മണിക്ക് ഇന്ന് ട്രെയിലർ എത്തിയിട്ടില്ല. ഇന്ന് നമ്മുടെ ദുൽഖറിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഹാപ്പി ബർത്ത്ഡേ ദുൽഖർ. ഇന്നലെ ദുൽഖർ 6 മണിക്ക് ഇതിൻ്റെ ട്രെയിലർ എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. മലയാള സിനിമ പ്രേമികൾ അല്ലെങ്കിൽ ദുൽഖറിൻ്റെ ആരാധകർ വളരെ ആവേശത്തിലാണ്. കാരണം 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മലയാളത്തിലൊരു ബ്രഹ്മാണ്ഡ ചിത്രം ദുൽഖറിൻ്റെതായിട്ട് വരുന്നത്. RDX എന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള നഹാസ് ഹിദായത്താണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. വെഫെയർ കമ്പനിയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ 5 ഭാഷകളിലായിട്ടാണ് ഈ സിനിമ എത്തുന്നത്. ദുൽഖറിനെ കൂടാതെ പെപ്പെ സിനിമയിൽ എത്തുന്നുണ്ട്, വില്ലൻ റോളാണെന്നൊക്കെയാണ് പറയുന്നത്. മറ്റ് ഭാഷകളിൽ നിന്നുള്ള പ്രഗത്ഭരായിട്ടുള്ള നടന്മാരൊക്കെ ഈ സിനിമയിൽ എത്തുന്നുണ്ട്. വലിയ താരനിര എത്തുന്ന സിനിമയാണ്, ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമയാണ്. ഇന്ന് ദുൽഖറിൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ദുൽഖർ. നമ്മുടെ മമ്മൂക്കായും ദുൽഖർ സൽമാനും നിൽക്കുന്നൊരു ഫോട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ തന്നെ വൈറലായിട്ടുണ്ട്. എന്തായാലും 5:55 തൊട്ട് നിങ്ങളെപ്പോലെ വളരെ ആകാംക്ഷയിൽ ഞാനും യൂട്യൂബിൽ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എത്തും എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. സംഭവം എത്തിയിട്ടില്ല. ഇപ്പം ദുൽഖറിൻ്റെ പേജിൽ ദുൽഖർ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തോ ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ട്രെയിലർ ഇപ്പോൾ വരാത്തത്. പക്ഷേ ഉടൻ തന്നെ നമുക്ക് മുന്നിലേക്ക് ട്രെയിലർ എത്തും എന്നാണ് പറയുന്നത്. കാത്തിരിക്കും, എത്ര തന്നെ വേണമെങ്കിലും കാത്തിരിക്കും. കാരണം ഇത് കണ്ടിട്ടേ ഇന്നങ്ങോട്ട് പിന്മാറത്തുള്ളൂ കേട്ടോ. കാരണം ഇത് കണ്ട് റിയാക്ട് ചെയ്തിട്ടേ ഞാൻ പോകത്തുള്ളൂ. സത്യത്തിൽ ഞാനിത് വീട്ടിൽ പോലും പോയില്ല. കാരണം സ്റ്റുഡിയോയിലോട്ട് പോലും കയറാതെ കാറിൽ തന്നെ ഇത് 6 മണിക്ക് വരികയാണെങ്കിൽ ഇതിനകത്ത് തന്നെ അങ്ങോട്ട് റിയാക്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇരുന്നത്. പക്ഷെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 6 മണി കഴിഞ്ഞ് 47 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. ഇതുവരെ ട്രെയിലർ എത്തിയിട്ടില്ല. ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് യൂട്യൂബിലൊന്ന് കയറി നോക്കട്ടെ ട്രെയിലർ വന്നോ ഇല്ലയോ എന്നുള്ളത്. ഇതെന്തായാലും കാണണമല്ലോ. കാരണം ഇത് നമ്മുടെ ഓണം നമ്മുടെ ദുൽഖർ തൂക്കുവോ ഇല്ലെന്നൊക്കെ ഉള്ള ഒരു ഖലീഫയുടെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഇത് ഖലീഫയ്ക്ക് മുകളിൽ പോകുമോ, ഖലീഫയെ വെല്ലുമോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ഓരോരുത്തർ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ എന്താണെങ്കിലും സാധനം കാണാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാനും നിങ്ങളെപ്പോലെ വളരെ ആകാംക്ഷയിലാണ്, വെയിറ്റിങ്ങിലാണ്. നമ്മളെല്ലാം കാത്തിരിക്കുന്ന ഈ ട്രെയിലറിൻ്റെ ഈ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സിൻ്റെ നെയിമും അതുപോലെ തന്നെ അതിനകത്തുള്ള ചില സംഭവങ്ങളൊക്കെ ലീക്കായിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലൂടെ ലീക്കായിട്ടുണ്ടെന്നുള്ള ഒരു സംഭവം വരുന്നുണ്ട്. പക്ഷെ നിരാശപ്പെടേണ്ട, അല്പസമയത്തിനുള്ളിൽ ട്രെയിലർ നമുക്ക് മുന്നിലേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. എന്താണെങ്കിലും ഇത് കണ്ടിട്ടേ ഇന്ന് പിന്മാറത്തുള്ളൂ കേട്ടോ. കാരണം അത്രയും ആകാംക്ഷ കാത്തിരിക്കുന്നൊരു ട്രെയിലറാണ്. കുറേ നാളായിട്ട് ദുൽഖറിൻ്റെ ഒരു മലയാള സിനിമ, അതും ഒരു ആക്ഷൻ പാക്ക് സിനിമ കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷ. അതിനിപ്പം ഇനി രാത്രി 12 മണിയായാലും കണ്ടത് റിയാക്ട് ചെയ്തിട്ടേ കിടക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ കുറച്ചുകൂടെ കൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉള്ളതുകൊണ്ടും ഇങ്ങനെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ചില നടീ നടന്മാരുടെ ക്യാരക്ടർ അവരുടെ പേരുകളൊക്കെ പല യൂട്യൂബിലൂടെയൊക്കെ ഇങ്ങനെ ലീക്ക് ആയിട്ടുണ്ടോ എന്നുള്ളൊരു വാർത്തയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. DQ പൊളിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.